നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്ക കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധത്താൽ ഉച്ചക്കുളം നിറഞ്ഞു. UDF, LDF, BJP പ്രവർത്തകരും നേതാക്കളും ഉച്ചക്കുളത്തെ ആദിവാസികളും മൂത്തേടം നിവാസികളും ഉൾപ്പെടെ ഉച്ചക്കുളം നഗർ ഇതുവരെ കാണാത്ത പ്രതിഷേധത്തിനാണ് ബുധനാഴ്ച സാക്ഷ്യം വഹിച്ചത്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ ജനതയാണ് മൂത്തേടം പഞ്ചായത്തിലെ നിവാസികൾ. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യമില്ലാത്ത ഒരു മേഖലയും പഞ്ചായത്തിലില്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന ഒടുവിലത്തെ സംഭവമാണ് ഇന്ന് നടന്നത്. ഇതേ തുടർന്ന് മൂത്തേടം ജനതയുടെ പ്രതിഷേധം അണപൊട്ടിയൊഴുകുന്ന കാഴ്ചയാണ് ഉച്ചക്കുളം നഗറിൽ കാണാനായത്. ഉച്ചക്കുളത്തെ ആദിവാസി സ്ത്രീയായ സരോജിനിയുടെ മരണത്തെ തുടർന്ന് രാവിലെ മുതൽ തുടങ്ങിയ നാട്ടുകാരുടെയും ആദിവാസികളുടെയും പ്രതിഷേധം വൈകിട്ട് വരെ തുടർന്നു. വനവിഭവം ശേഖരിച്ചുകൊണ്ടിരിക്കെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയ സരോജിനിയുടെ മൃതദേഹവുമായാണ് പ്രതിഷേധിച്ചത്. UDF, LDF, BJP പ്രവർത്തകരും നേതാക്കളും ഉച്ചക്കുളത്തെ ആദിവാസികളും മൂത്തേടം നിവാസികളും ഉൾപ്പെടെ ഉച്ചക്കുളം നഗർ ഇതുവരെ കാണാത്ത പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. പകൽ 11 മണിയോടെയാണ് സരോജിനിക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടാകുന്നത്. ഉടൻ മരണപ്പെട്ടു. എന്നാൽ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള വനം വകുപ്പിന്റെ ശ്രമം ആദ്യം കോൺഗ്രസ് പ്രവർത്തകർ എതിർത്തു. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം കൊണ്ടുപോകാൻ പറ്റില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് നിന്നതോടെ ഉച്ചക്കുളം നഗറിലുള്ളവരും ഒപ്പം നിന്നു. ഉടനെ DCC പ്രസിഡന്റ് VS ജോയും KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്തും ലീഗ് നേതാക്കളും സ്ഥലത്തെത്തി കാട്ടാന ശല്യത്തിനുള്ള പരിഹാരം എന്ന് തരുമെന്ന ആവശ്യത്തിൽ ഇവരും ഉറച്ചുനിന്നു. പിന്നാലെ മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം സംസ്ഥാന കോർഡിനേറ്ററുമായ PV അൻവറും സ്ഥലത്തെത്തി. വനം വകുപ്പിനെതിരെയും സർക്കാരുകൾക്കെതിരെയും രൂക്ഷ വിമർശനവും നടത്തി. ഇതിനിടയിൽ നിലമ്പൂർ സൌത്ത് DFO G ധനിക് ലാലും എടക്കര ഇൻസ്പെക്ടർ NB ഷൈജുവും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചെങ്കിലും തീരുമാനമാവാതെ മൃതദേഹമെടുക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് CPM ഏരിയ സെക്രട്ടറി MR ജയചന്ദ്രനും കർഷക സംഘം ഏരിയ സെക്രട്ടറി AT റജിയും ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കളും സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയിട്ട് മൃതദേഹം എടുത്താൽ മതിയെന്ന് ഇവർ ആവശ്യമുന്നയിച്ചു. ഇതോടെ ആദിവാസികളും ഒപ്പം നിന്നതോടെ പ്രതിഷേധം വീണ്ടും കനത്തു. ഇതിനിടയിൽ BJP നേതാക്കളായ അഡ്വക്കേറ്റ് അശോക് കുമാർ, സുധീഷ് ഉപ്പട ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. ഇതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് സമാനമായി. കളക്ടറെത്താതെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പോലും ചെയ്യാൻ പ്രതിഷേധക്കാർ അനുവദിച്ചില്ല. മൃതദേഹം കിടത്തിയ വീടിന് മുന്നിൽ നേതാക്കളടക്കം കുത്തിയിരുന്നു. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന സാഹചര്യമെത്തിയപ്പോൾ 2 DYSPമാരുടെയും പൂക്കോട്ടുംപാടം, കാളികാവ് എന്നിവിടങ്ങളിലെ CIമാരുടെയും നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്തു. 3:30 കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയും നിലമ്പൂർ തഹസിൽദാർ P സിന്ധുവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, പഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ എന്നിവർ സ്ഥലത്തെത്തി. പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയും ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഫെൻസിംഗ് നടപടികൾ വേഗത്തിലാക്കുമെന്നും തകർന്നു കിടക്കുന്ന ട്രഞ്ച് പുനരുദ്ധാരണം നടത്തുമെന്നും വനം വകുപ്പിന്റെ കാവൽ ശക്തമാക്കുമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും ഫണ്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് മതിലിന്റെ കാര്യം പരിഗണിക്കുമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകി. People who are present here, we have noted down few points that require immediate intervention. The first demand of people is regarding fencing requirement, as there are residential houses here and there is always this chance of attack from wild animals, and from DFO also we have discussed, and as soon as possible this fencing requirement is the first priority. Second, there is a trench already made here, but it requires maintenance. That work will be done. Timeline that we will discuss. Third thing, regarding compound wall, there has been a request from all the people regarding compound wall, for which a proposal and an estimate has to be prepared, and there is a government scheme, PM Janman scheme, through which it has to be sent. Then there has been a request regarding tribe watchers, that watcher from tribal people should be there. In that regard, since it is not decided at district level, we have ensured that a proposal will be sent
from DFO side that there is a requirement and a decision then can be taken. Regarding patrolling, that requirement I think will be fulfilled. Apart from that, there were concerns regarding street light, then what are the requirements under Project Elephant and all, that all will be taken up, and the information which is there, that will be provided to the people. Lastly, there has been some concerns raised regarding applications pending at Gram Sabha. That we will take up as part of monitoring it properly. We will first ensure that whatever applications are pending, time-bound redressal of all those applications. ഇതോടെയാണ് വൈകിട്ട് 4 മണിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ച മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനും പോസ്റ്റ്മോർട്ടം നടത്താനും പ്രതിഷേധക്കാർ വിട്ടു നൽകിയത്. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.